ബിഗ് ബോ ഫിഫൻ ഫെവൻ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാനൊരു ടാസ്കിൻ്റെ കാര്യം നേരത്തെ തന്നെ വീഡിയോ ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചിരിച്ച് മണ്ണ് കപ്പി എന്ന് പറയാം. അനീഷിൻ്റെ പ്രകടനം യാതൊരു രക്ഷയില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അവിടുത്തെ മത്സരാർത്ഥികളെ സംബന്ധിച്ച് അനീഷ് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് കൊടുത്തൊരു 7 മണി തന്നെയാണ് അനീഷ്. കാരണം എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. പക്ഷെ നമുക്ക് കാണുന്നവരെ സംബന്ധിച്ച് ഭയങ്കര രസകരമാണ് അനീഷിൻ്റെ ഓരോ സംഭവങ്ങളും. അനീഷിന് വലിയ സാമർഥ്യമൊന്നും ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ്. ഗെയിമിലൊന്നും തിളങ്ങുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഗെയിമൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ടാസ്കിലും ഒക്കെ തികഞ്ഞ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരിക്കും. പക്ഷേ ലൈവിൽ അനീഷ് തകർത്ത് വാരുന്നുണ്ട് എന്നുള്ളതാണ്. അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരാണ്. അനീഷിനെ എന്തൊക്കെ പറയുന്നുണ്ട്. വളരെയധികം ഇറിറ്റേറ്റായി അനീഷിനെ ഓരോരുത്തരൊക്കെ ഭയങ്കരനായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അപ്പാനി ശരത്ത് എന്നൊക്കെ പറയുന്ന അനീഷിനെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനീഷിന് അവരോടാരും ദേഷ്യമില്ല എന്നുള്ളതാണ്. അനീഷ് അതാ പ്രകടനം. അനീഷ് അതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അനീഷിന് ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് 1ാം സ്ഥാനം വേണം. ആ ഒറ്റ നിലപാട് നിൽക്കുകയായിരുന്നു. അവസാനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാനവാസ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, ഉചിതമായൊരു തീരുമാനം. ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരാൾക്ക് 1ാം സ്ഥാനം വേണം. നമ്മൾ ഈ ഗെയിം പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ആഹാര സാധനങ്ങളുമായിട്ട് കണക്ട് ചെയ്താണ്. ആഹാരങ്ങൾ, വസ്ത്രമാകാം, എന്ത് വേണമെങ്കിലും ഇവർക്ക് എടുക്കാം. പണിപ്പുരയിൽ കയറിക്കഴിഞ്ഞ് അതുമായിട്ട് കണക്ട് ചെയ്താണ് ഈ ടാസ്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരാൾ വാശി പിടിച്ചു, എനിക്ക് 1ാം സ്ഥാനം വേണം. അത് അനീഷിൻ്റെ ഗെയിമാണ്. അവസാനം ബുദ്ധിപരമായ തീരുമാനം എടുക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് ഒരു തീരുമാനം എടുക്കുന്നത്. തല കൊണ്ട് കളിക്കുക. ആദ്യമേ ഷാനവാസ് തല കൊണ്ട് കളിച്ചു. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഈ ഷാനവാസ് പറഞ്ഞു, അനീഷ് ഏതായാലും 1ാം സ്ഥാനത്ത് പോട്ടെ. കാരണം ഈ 20 സെക്കൻഡേ ഉള്ളൂ അനീഷിന് കിട്ടുന്നത്. അനീഷ് പരമാവധി എടുക്കട്ടെ. അനീഷ് പരാജയപ്പെട്ടാൽ പോലും രണ്ടാമത് പോകുന്ന ആൾക്ക് 15 സെക്കൻഡ് ഉണ്ട്. ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ് വെച്ച് കിട്ടും. അപ്പം പരമാവധി സാധനങ്ങൾ വാരിക്കൂട്ടാമായിരുന്നു. അത് ശാരികയും പറയുന്നു. ഈ ഗെയിം നിർത്തി വെച്ചിട്ടും ശാരിക പറയുന്നുണ്ട് മണ്ടത്തൊരു തീരുമാനമായിരുന്നു. അപ്പോൾ ഷാനവാസ് അത് പറഞ്ഞ് ഏകദേശം എല്ലാവരും അംഗീകരിച്ചു. അനീഷിനെ 1ാം സ്ഥാനത്തിരിക്കുകയും ആരും 2ാം സ്ഥാനത്തും ഒക്കെ ഇരുന്നു. പറയാൻ പോയപ്പോഴാണ് ചിലവർക്കിടെ ഈഗോ ഒരു വലിയ പ്രശ്നമാണല്ലോ. അക്ബർ, പ്രത്യേകിച്ച് നമ്മുടെ അപ്പാനി ശരത്ത്, പിന്നെ ബെന്നി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ത്രീകളും എല്ലാം കൂടി ഇരുന്ന് പറയുകയാണ് അതൊരിക്കലും നാളെ ഒരുപക്ഷേ വീണ്ടും ഗെയിമിനിടയിൽ പ്രശ്നം ഉണ്ടാക്കി അതുപോലെ അങ്ങേരെ എടുത്തുകൊണ്ട് വന്ന സാധനം നമുക്ക് തന്നില്ലെങ്കിൽ എന്നൊക്കെയുള്ള ചെറിയ ഈഗോ പ്രശ്നങ്ങളുടെ പേരിലാണ് അത് നടക്കാതെ പോയത്. അവസാനം ഷാനവാസ് തന്നെ തിരിച്ചു വന്ന് പറയുകയാണ്, നമ്മളത് പിൻവലിച്ചിട്ട് നമുക്ക് വസ്ത്രവും വേണ്ട, ആഹാരവും വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അനീഷിനെ 1ാം സ്ഥാനത്ത് ഇരുത്താൻ പാടില്ല. ഇവിടെ അനീഷിനെ 1ാം സ്ഥാനത്ത് ഇരുത്തി ആരെങ്കിലും ഒരാളെ 1ാം സ്ഥാനത്ത് ഇരുത്താം. 1ാം സ്ഥാനം എല്ലാവർക്കും കൂടെ എടുക്കാൻ പറ്റത്തില്ല. അനീഷിനെ എന്താ 1ാം സ്ഥാനത്ത് ഇരുത്തിയ? ഒരാൾ നിലപാടെടുത്തു. അനീഷ് 1ാം സ്ഥാനത്ത് ഇരിക്കണമെന്ന് അനീഷ് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ഏകാണ്ടമായിട്ടൊക്കെ തീരുമാനിച്ചാൽ അനീഷ് 1ാം സ്ഥാനത്ത് ഇരുന്നോട്ടെ, ഇവർക്ക് സ്ഥാനം പോരെ. പക്ഷേ മണ്ട തീരുമാനമായിരുന്നു പിന്നെ നടന്നത്. ബുദ്ധിപരമായ തീരുമാനം മറ്റുള്ളവരുടെ ഈഗോ കാരണം ഷാനവാസ് അത് പിൻവലിച്ചു. അത് മണ്ടത്തര തീരുമാനമായിരുന്നു. അവസാനം ഒന്നും കിട്ടിയില്ല. അനീഷിനും കയറാൻ പറ്റില്ല, മറ്റുള്ളവർക്കും കയറാൻ പറ്റിയില്ല എന്നുള്ളത്. ആ അവസ്ഥ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. ഈഗോ കാരണം ഈ ടാസ്ക് കൊണ്ടുവന്ന് കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഏതായാലും ഈ ടാസ്ക് കാണുന്നവരെ സംബന്ധിച്ച് അനീഷിന് യാതൊരു രക്ഷയില്ലാത്ത പൊളി സാധനം കൊടുക്കാനും പറ്റി. അനീഷിൻ്റെ ഗെയിം വിജയിച്ചു. പക്ഷേ അത് ശാരിക പറയുന്നുണ്ട്, അങ്ങേരെ അവിടെ ഇരുന്ന് പലതും പറഞ്ഞോട്ടെ, ലാലേട്ടൻ തന്നെ പറഞ്ഞില്ലേ, പിന്നെ അങ്ങേരെ കൊണ്ട് അങ്ങേരെ മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടുന്നില്ല. അങ്ങേരെ മിണ്ടിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിക്കൂ എന്ന് ലാലേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ശാരിക ചോദിക്കുന്നുണ്ട്. ശാരികയ്ക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ചില മണ്ടന്മാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ അനീഷിന് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. അവരിപ്പോഴും പറയുന്നത് ഇതെല്ലാം പുറത്ത് കാണുകയില്ലേ, ലാലേട്ടൻ കാണുകയില്ലേ, ലൈവെല്ലാം ജനങ്ങൾ കാണുകയില്ലേ, ജനങ്ങൾ കണ്ടു കഴിയുമ്പോൾ അനീഷിനെ വിലയിരുത്തിക്കോളും, അവരെല്ലാം കൂടെ കാർക്കിച്ച് തുപ്പും, ഇവന് യാതൊരു വോട്ടും കിട്ടത്തില്ല എന്നുള്ള തന്ത്രമാണ്
പക്ഷേ പ്രേക്ഷകരെ സംബന്ധിച്ച് അത്ര കോപ്രായം കാണാനല്ല, ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് സംസാരിക്കുന്നതോ ഒന്നും കാണാൻ വേണ്ടിയല്ല, എൻ്റർടൈൻ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് സന്തോഷിക്കാം. ലൈവൊക്കെ കണ്ടു കഴിയുമ്പം ചിരിക്കാനും ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബഹളമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് അനീഷിൽ നിന്നുണ്ട്. അനീഷിനും വേറെ ഏത് ഗെയിം കളിച്ചോട്ടെ, ഞാൻ പറയുന്നത് ചൊറിയൻ സ്വഭാവമായിരിക്കും അവിടുത്തെ മത്സരാർത്ഥികളാർക്കും, നമുക്ക് പോലും അനീഷിനെ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതൊരു ഷോയാണ്. ഈ മത്സരാർത്ഥികളെല്ലാം കാശൊക്കെ മേടിച്ചുകൊണ്ടാണ് ഈ ഷോയ്ക്ക് പങ്കെടുക്കാൻ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അതിനകത്ത് പോയി. അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് രസിക്കണം, അല്ലെങ്കിൽ ഇത് ബോർ പരിപാടിയാവും. അത് കൃത്യമായിട്ട് അനീഷ് കൊടുക്കുന്നുണ്ട്. അപ്പം മണ്ടൻ തീരുമാനത്തിലൂടെ മത്സരാർത്ഥികളെല്ലാം കൂടെ ഈ പ്രാവശ്യം കിട്ടേണ്ട കുറച്ച് സാധനങ്ങൾ, അനിക തന്നെ പറയുന്ന പോലെ എല്ലാവർക്കും 10 സെക്കൻഡ്, അനീഷിൻ്റെ 20 സെക്കൻഡ് ഒന്നാം സ്ഥാനം, പിന്നെ 15, അങ്ങനെ 10 സെക്കൻഡ് വെച്ച് കിട്ടി. ഇവിടെ സാധനങ്ങൾ മാറിക്കൂട്ടാൻ പറ്റിയേനെ. ഇതൊരു നല്ലൊരു ചാൻസാണ് ഈഗോ മൂലം കളഞ്ഞു കുടിച്ചത്. അത് 100% ഉറപ്പാണ്. ഏതായാലും അനീഷ് ഈ ടാസ്ക് തൂക്കി എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഒരു രക്ഷയില്ല. അനീഷിനെ അവിടുത്തെ ആൾക്കാർക്ക് സഹകരിക്കാൻ പറ്റുമോ? ചിലവരൊക്കെ എന്നോട് വിയോജിപ്പ് പറയുന്നവരുണ്ട്, അനീഷിൻ്റെ പ്രകടനം ബോറാണ് മറ്റേതാണ്. പക്ഷേ എൻ്റെ നോട്ടത്തിലുണ്ടല്ലോ, ഒരു ടാസ്ക്കായ ഫൈറ്റ് ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ആലോചിച്ച് തീരുമാനമെടുത്ത് പോകാനാണെങ്കിൽ ബിഗ് ബോസ് നിശ്ചയമായിട്ടും വിചാരിച്ചിരുന്നത് ഫൈറ്റിംഗ് ഉണ്ടാകുമെന്നാണ്. പക്ഷേ അനീഷ് മാത്രമേ ഇത് ഫൈറ്റ് ചെയ്തുള്ളൂ, അനീഷ് മാത്രമേ ഇതൊരു ഗെയിമായിട്ട് കണ്ടുള്ളൂ എന്നുള്ളതാണ് 100% ഉറപ്പ്. സ്വന്തം വിശ്വാസത്തിൽ എനിക്ക് 1ാം സ്ഥാനം വേണം, എൻ്റെ സ്ഥാനം എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞത് ഒറ്റ മനുഷ്യരുള്ളൂ, അനീഷ്. അനീഷിന് ഭയങ്കര ഫൈറ്റിംഗ് മെന്റാലിറ്റിയോ അതുപോലെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടാനുള്ള കഴിവൊന്നുമില്ല. പക്ഷേ ആ സ്പിരിറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് വരെ ആരുമായിട്ടും ഫൈറ്റ് ചെയ്യാതെ, ആരുമായിട്ട് സംസാരിക്കാതെ എനിക്ക് 1ാം സ്ഥാനം വേണം, ബിഗ് ബോസ് ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല, ബിഗ് ബോസ് ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, യാതൊരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇന്ന് ഞാൻ ലൈവിൽ കണ്ടത്. ഒരു രക്ഷയില്ല. ആരൊക്കെ അങ്ങേരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരോടൊന്നും പ്രത്യേകിച്ച് ദേഷ്യമോ ഒന്നും കാണിക്കുന്നൊന്നുമില്ല, ഒന്നും കാണിക്കുന്നില്ല. പലരും കൊണ്ടുവന്ന് കഴുത്തെ കൊണ്ട് 13ാം നമ്പർ ടാഗ് കൊണ്ടുവന്ന് ഇടുന്ന കണ്ടു. അതൊക്കെ വലിച്ചെറിയുക എന്നുള്ളത് മറ്റവരെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കുക. മറ്റുള്ളവരുടെ ശരീരത്ത് തൊട്ടിരുന്ന് എന്തായിരിക്കും ഇപ്പോൾ അവസ്ഥ? അനീഷിൻ്റെ ശരീരത്ത് പലരും വന്ന് തൊടുന്നുണ്ട്, അന്നേരം ഒന്നും അനീഷ് പ്രതികരിച്ചില്ല. അപ്പാനി ശരത്തിൻ്റെയൊക്കെ ശരീരത്ത് നിന്നിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അവിടെ ഇടി നടന്നേനെ. പക്ഷെ അനീഷ് അങ്ങനെയൊന്നുമില്ല. അനീഷിന് ഒറ്റ മുദ്രാവാക്യം മാത്രം, 1ാം നമ്പർ സ്ഥാനത്തിന് ഞാൻ അർഹനാണ്, ബിഗ് ബോസ് ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നില്ല, 1ാം നമ്പർ സ്ഥാനം എനിക്ക് തന്നെ വേണം. ഒറ്റ നിലപാട്. സത്യം പറഞ്ഞാൽ ആ നിലപാടിൻ്റെ വിജയമാണ് ബിഗ് ബോസ് ഈ ടാസ്ക് ക്യാൻസൽ ചെയ്തത് എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഏതായാലും അനീഷ് പൊളിച്ചടക്കി. ആരൊക്കെ അനീഷിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് അനീഷ് തൂത്തുവാരി മക്കളെ. മണ്ടൻ തീരുമാനത്തിലൂടെ ഈ ടാസ്ക് കൊണ്ട് കളഞ്ഞത് സത്യം പറഞ്ഞാൽ ക്യാപ്റ്റനും മറ്റംഗങ്ങളുമാണ്. അതിനുവേണ്ടി നമുക്ക് പുതിയ അപ്ഡേറ്റിന് വേണ്ടി വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.